ഗൈസ് അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയിട്ടായിരുന്നു ഇവിടെ മുഴുവൻ ലാവൻ്റെ ഒരു ഇതൊക്കെ സെറ്റ് ചെയ്യണം. അപ്പം നമ്മളത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് വീടിൻ്റെ ചുറ്റും നമ്മൾ ഇന്നലെ കുഴിയാക്കിയത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ചില ഭാഗമൊക്കെ രണ്ട് ലെയർ എടുത്തു, ചില ഭാഗം ഒരു ലെയർ എടുത്തു. അപ്പം നമുക്ക് ഇനിയുള്ള പണി പറഞ്ഞാൽ ലാവ ഒഴിക്കലാണ്. ഒരു തലേന്ന് തുടങ്ങണം. പക്ഷേ ഈ സൈഡ് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അതിന് വേണ്ടി ഞാൻ കുറച്ച് ഇതൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്യാം. അപ്പം ഞങ്ങൾക്ക് ഫസ്റ്റ് ലാവ എടുക്കണം. ഓക്കെ, അപ്പം നമുക്ക് ലാവ എടുത്ത് ഇതിലുണ്ടോ അപ്പം നമുക്ക് ലാവ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിനി ഇത് ഫുള്ള് ലാവ നിറയ്ക്കാം. അടുത്തുള്ള മുഴുവൻ കത്തിപ്പോക്കും. ഓ അത് എല്ലാ സൈഡും നല്ല തീ പിടിക്കരുതാണ്. നമുക്ക് എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇത് മുഴുവൻ ലാവിട്ട് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ചുറ്റും ഇങ്ങനെയൊക്കെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളിവിടെ മുഴുവൻ ഇങ്ങനെ ചെയ്തു. സോംബീസ് ചാൻസ് കുറവായിരിക്കും. ചിലപ്പോൾ സോംബീസ് ചാടി വരും. എനിക്ക് തോന്നിയില്ല ഗൈസ്, ഇത്രയും പ്രൊട്ടക്ഷനിലൊക്കെ സോംബി വരിക പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്. ഇവിടെയൊക്കെ കുറച്ച് ഹൈ ആയതുകൊണ്ട് കുറച്ച് ഹൈയിൽ തന്നെ കൊടുത്തു. കുറച്ച് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് പോരാതെ നമ്മൾ വെള്ളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ലെയർ കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ എങ്ങനെ നിന്നാലും ഒരു സോംബി നിന്നാൽ ചാവും. ഞാൻ ഇവിടെ അതുവരെ നടന്ന് കാണിച്ചു തരാം. തീ പിടിക്കുന്ന ഫാസ്റ്റ് കണ്ടോ. ഒരിക്കലും ഒരു സോംബിക്ക് ഇത്രയും സ്പീഡിൽ പോകാൻ പറ്റില്ല. കഴിഞ്ഞു, ഡെഡായി. അവിടെ നിന്ന് ഈ ഒരു സ്പീഡിൽ നിന്ന് ഇവിടെ എത്തുമ്പോൾ തന്നെ നിങ്ങൾ സോംബി തീരുമാനം പോകും. അപ്പം നമ്മൾ മേലെ വന്ന് ഇതൊക്കെ ആക്കിയ ഇത് പോരാതെ എനിക്ക് ഇനിയും പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഗണ്ണ് പറഞ്ഞുതരാം. അത് നിങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, പക്ഷെ അതൊരു 1.5 ഗണ്ണായിരിക്കും. നിങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത്രയും പവർ ഗണ്ണാണ്. അപ്പം അതിന് വേണ്ടതൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്. അപ്പം നമുക്ക് ഇങ്ങനത്തെ സംഭവമാണ്, ഇത്രയും സംഭവങ്ങളാണ് വേണ്ടത്. പിന്നെ അതെങ്ങനെയാണ് ഗണ്ണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് 2 ടൈപ്പ് ഗണ്ണ് ഉണ്ടാക്കാം. ഒന്ന് ഫയറുള്ള ഗണ്ണും മറ്റേത് ഫയർ ഇല്ലാത്തതും. മീൻസ് ഒന്ന് തീൽ ചെയ്യണത്, മറ്റേ തീൽ ചെയ്യാത്തത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിക്കി പിസ്റ്റൺ എടുക്കുക, ഈ സൈഡിലേക്ക് നോക്കി വെക്കുക, ഇതിങ്ങോട്ട് വെക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ അടിയിൽ റെഡ് സ്റ്റോൺ അങ്ങനെ വർക്കാവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ബ്ലോക്ക് ഡിസ്റ്റൻസ് ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസിൽ ഈ കല്ല് വെക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് നോക്കി ഡിസ്പെൻസർ വെക്കുക. ഡിസ്പെൻസറിൻ്റെ ഉള്ളിൽ കുറേ ആരോസ് ഒന്നും ഇല്ല. ഞാൻ ഒരു
ഇത്ര ഇട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കിടക്കുന്നുണ്ട്. നമ്മളെന്നിട്ട് ഒരു ആരോസാണ് എങ്ങനെ പോയതിപ്പോൾ. ഓക്കെ, ഇതൊരു ടൈപ്പ് ഗണ്ണാണ്. ഇതിൽ തന്നെ നിങ്ങൾക്ക് ലാവ മോഡുള്ള ഗണ്ണ് ഉണ്ടാക്കണം. അതും സിമ്പിളൊക്കെ തന്നെയാണ്. അതെന്താ വേണ്ടത് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഒരു കുഴി കുഴിച്ച് ഡിസ്പെൻസറിന് മുകളിൽ ഈ ടൈപ്പിലൊരു കല്ല് വെക്കണം. അത് വിചാരിക്കുന്ന പോലെ പെട്ടെന്നൊന്നും വെക്കാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഈ കല്ല് മുഴുവൻ പൊടിക്കളയാം. എന്നിട്ട് ഈ കല്ലിൻ്റെ ഈ ഒരു ഭാഗത്ത് ലാവ വെക്കണം. കറക്റ്റ് ഈ ലാവ കുഴിക്ക് ഇറങ്ങിപ്പോണ പോലെ ആയിരിക്കണം വെക്കുന്നത്. തെറ്റി വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ കുളമാവും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, ഈ സൈഡിലും കട്ടക്ക് ഇങ്ങനെ കൊടുക്കുക. ഇതാ നമ്മൾ ഇങ്ങനെ ആക്കിയില്ലേ. മഴ പെയ്ത് മുഴുവൻ പോവാൻ ചാൻസ് ഉണ്ട്. കിടന്നിറങ്ങാം. ഓക്കെ ഗൈസ്, നമ്മൾ കിടന്നിറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മളിത് ഉറങ്ങി അണിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് ഇതേ വെളിക്ക് വന്ന് നോക്കി ലാവയ്ക്കൊന്നും അത്ര വലുതായിട്ട് പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. നമ്മുടെ ഗണ്ണ് ഇതേ അവിടെ സൂപ്പറായി ചുന്ദരനായിരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ആരോസൊക്കെ നിറയ്ക്കണം. ഓക്കെ, ആരോസ് കുറച്ച് കുറവാണ്. അപ്പോൾ ഇനി ആരോസ് നിറയ്ക്കേണ്ട പരിപാടിയാണ്. അതിന് മുമ്പ് എവിടെയൊക്കെ ഗണ്ണ് ഉണ്ടാക്കണം പറഞ്ഞാൽ നമുക്ക് അവിടെയൊക്കെ ഉണ്ടാക്കി വെക്കാം. നമ്മൾ എവിടെയൊക്കെ വെക്കണം എന്ന് എനിക്കറിയില്ല. നിങ്ങൾ വിചാരിക്കും എന്തിനാ അപ്പം ഇവൻ ചുറ്റി വന്നത്, ഹൈ മിണ്ടാണ്ട് ഇതേ വന്നൂടെ എന്നല്ലേ. പക്ഷെ അതിനില്ല, ഇവിടെ ഫ്രണ്ട് വ്യൂ നോക്കാൻ വന്നാണ്. അവിടെ ഒരു ഗണ്ണ് വേണം. ഓക്കെ, പിന്നെ മെയിനായിട്ട് ഗണ്ണ് വേണ്ട ഒരു സ്ഥലം പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ എത്തിയിട്ട് ഇവിടെ നിന്ന് ഗ്ലാസ് ഇതാണെങ്കിൽ 1 2 പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ ഗണ്ണ് വരുന്ന പോലെ ആയിരിക്കും. പക്ഷെ അതൊരു ചന്തമില്ലാത്ത പോലെ ആയിരിക്കില്ല ഗൈസ്. അതുകൊണ്ട് നമ്മളവിടെ വെക്കുന്നില്ല, അവിടെ വിട്ടു. ഓക്കെ, അപ്പം നമ്മളത് ഹോളങ്ങോട്ട് അടയ്ക്കുകയാണ്. അതൊരു ചന്തമില്ലാന്ന് പോലെ. ചന്തമില്ലാന്നല്ല, അവിടെ വെച്ചാലും ഫ്രണ്ട് കൊള്ളില്ല എന്ന് എനിക്കൊരു ഇത് വന്നു. അപ്പോൾ അതാണ് ഞങ്ങളവിടെ വെക്കുന്നില്ല. ഇപ്പം ഞാൻ കുതിരനെ ജസ്റ്റ് കാണിച്ചു തരാം. അവിടെ കൊണ്ട് ഇടുക, കൊണ്ട് ഇടാൻ മിനിമം. അപ്പോൾ അടിച്ചടിച്ച് ഇടുക. ലാവിക്ക് വീണതും അത് തീരും. അപ്പം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ ഇതിന് നിങ്ങൾക്ക് ഫയർ ചെയ്ത് കാണിച്ചില്ല അല്ലേ, ഇത് ഫയർ ചെയ്ത് കാണിച്ചു തരാം. നോക്കിയോളൂ. നമുക്കപ്പോൾ എന്തായാലും ആരോസ് കുറച്ചും കൂടി വയ്ക്കാം. വെറുതെ ഇരിക്കട്ടെ. ഓക്കെ, അയ്യോ സംഭവം. ഓക്കെ ഗൈസ്, അത് കല്ലെല്ലാം എടുക്കാൻ ഉദ്ദേശിച്ച റെഡ് സ്റ്റോൺ. ഓക്കെ, റെഡ് സ്റ്റോൺ വെച്ച് ലോങ് തീൻ്റെ ഒരു സംഭവം തരുന്നുണ്ട്. ഇതും നമുക്ക് നിറയെ ഓക്കെ, അവിടെ മുഴുവൻ പുകയും. ഓക്കെ, റെഡിയല്ലേ. ഇവിടെ നമുക്ക് ഇതന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. ഇൻവിസിബിൾ പേഴ്സൺ തന്നെ കഴിഞ്ഞു. എത്ര പെട്ടെന്നാണ് ആരോ കഴിഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ. നമ്മൾ അത്രയും ആരോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൽ കുറേ ആരോസ് നിറയ്ക്കണം. അപ്പോൾ എല്ലാം നിറച്ചതിന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറയെ ആരോസൊക്കെ നിറച്ച് വെച്ചു. ഇനി നമ്മുടെ പണി പറഞ്ഞാൽ നമ്മുടെ ഫാമിലാണ്. അപ്പോൾ നമുക്ക് നേരെ ഫാമിലോട്ട് പോവാം. നമുക്കിനി ഫാമിൽ പോയി ഇതൊക്കെ ഒന്ന് ഫുള്ളും കളയണം. അപ്പോൾ നമുക്കതിന് വേണ്ടി പിക്കാസ് വേണം. അപ്പം നമുക്ക് കിടക്കട്ടെ
ഇതിൻ്റെ വിക്കാസ് എന്ന്. അപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ലെവലിന് നിൽക്കാനാണ്. ഓക്കെ, ഇത് പോരാ, നമ്മളിവിടെ വേറൊരു ഇത് ചെയ്തിട്ടുണ്ട്. ഒരു സീക്രട്ട് ഡോർ ആൻഡ് ഒരു സീക്രട്ട് വേ നമ്മളിവിടുന്ന് ഈ ലാവൻ്റെ ഈ ബൾക്കി ലാവൻ്റെ ഇപ്പുറത്തോട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമ്മളിനി ചെയ്യാൻ പോകുന്നുള്ളൂ ഗൈസ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. നമ്മൾ മിനിമം ഒരു 5-6 അടിയെങ്കിൽ സംഭവം ഇറങ്ങി പോകണം. ഓക്കെ, ഇതുപോലെ ഒരു അടിയും കൂടി താഴ്ത്തി. ഓക്കെ, എന്നിട്ട് മേലോട്ട് വന്നിട്ട് പൊസിഷൻ നോക്കുക ഇവിടെ. ഓക്കെ, താന്നു പൊട്ടിച്ചു. നമുക്കിനി നേരിട്ട് അവിടം വരെ എത്തിച്ചിട്ട് ഞാൻ കാണും ഗൈസ്. അപ്പം നമ്മളിത് ഇവിടെ ഒരു ഇത് നമുക്ക് ഉള്ളിൽ നിന്ന് വിളിക്കുവാൻ നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഇനി ഇറങ്ങിയിട്ട് ഞാൻ കാണിച്ചിട്ട് ഇത് എവിടെ എത്തുന്നു. കുറച്ചിനുള്ളിൽ നടക്കാൻ നിങ്ങൾ ഞാൻ പറയും ഇതപ്പോൾ അത്ര ഇവിടുന്ന് തിരിച്ചറിയോ ഇല്ലല്ലോ അല്ലേ. ഞാൻ ഇനിതേ വീട്ടിൻ്റെ ചുറ്റും ലാവയൊക്കെ സെറ്റ് ചെയ്തു. ഇനി കേവ് സെറ്റ് ചെയ്തു. ഇനി കേവിൻ്റെ ഫുള്ളും ഫാമും അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഓക്കെ ബൈ. ഞാൻ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഇതുവരെ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്യുക. ഓക്കെ ഗൈസ്, താങ്ക് യു, ബൈ.